നമ്മളിപ്പോൾ ഒരു ഹിഡൻ സ്പോട്ടിലാണുള്ളത്. ഒരു സൺസെറ്റ് കാണാൻ വന്നിരിക്കുകയാണ്. കുമിളിയിലാണിത്. അപ്പം മലയുടെ പേരൊന്നും നമുക്കറിയില്ല. ഇവിടെ ലോക്കൽ ആൾക്കാരൊക്കെ കയറുന്ന ഒരു മലയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് നമ്മൾ സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഞാനും ദൃശ്യയും എൻ്റെ ഒരു കൂട്ടുകാരൻ അഖിലും ഉണ്ട്, നമ്മുടെ ലോക്കൽ ഗൈഡ്. ഇതിലൂടെയാണ് നമ്മൾ കയറി പോകേണ്ടത്. ഇവിടെ 1-2 റിസോർട്ടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇതിലൂടെ വഴിയുണ്ട്. അതിൽ റിസോർട്ടിലേക്കുള്ള വഴിയാണ്. ആ വഴീൻ്റെ അവിടുന്ന് നമുക്ക് റൈറ്റ് സൈഡിലൂടെ നമുക്ക് മുകളിൽ കയറി പോകാൻ പറ്റും. നമ്മളിതാ ഒരു ചെറിയ കയറ്റം കയറി മുകളിലെത്തിയിരിക്കുകയാണ്. ആർക്കും അറിയാത്തൊരു പോയിന്റിലേക്ക് നമ്മളെ അഖിൽമോൻ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ആർക്കും അറിയത്തുണ്ടാവില്ല. ഇവിടെ നല്ല സൺസെറ്റ് കിട്ടുന്നതാണ് അഖിൽ പറഞ്ഞിരിക്കണേ. എന്തായാലും നോക്കാം. കിട്ടിയില്ലേ? കിട്ടും. കിട്ടാതെ എവിടെ പോകാൻ? എന്താ ക്ലിഫ്? ആ, നല്ല സ്പോട്ട്, സൺസെറ്റ് സ്പോട്ട്. നോക്കി, ഫുള്ള് മലകളാണ്. ഇത് കുമളിയിലാണ്. ഒരു ഹിഡൻ സ്പോട്ടാണ് ആക്ച്വലി. ഏത്? ഓക്കെ. ഏത്? ഓ, മംഗളാദേവി പർവ്വതത്തിന്റെ വ്യൂ കിട്ടും. ഏറ്റവും ഹൈറ്റുള്ള മുട്ടക്കുന്ന പോലല്ലേ, അതാണ് മംഗളാദേവി. നമ്മൾ മംഗളാദേവി പോകുന്ന ഈ കുമിളിയിൽ നിന്ന് ട്രക്ക് ചെയ്ത് ഈ ഫുള്ള് നടന്ന് അവിടെ 14 കിലോമീറ്റർ. ഓക്കെ, 14 കിലോമീറ്റർ. അത്രേ ഉള്ളൂ. ഈ കുമിളി ടൗൺ ഇല്ലേ, അവിടെ നിന്ന് ഈ കാട് ഫുള്ള് കയറി അവിടെ ചെല്ലാൻ 14 കിലോമീറ്റർ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിന്റെ ആ മലയില്ലേ, അതിന്റെ അപ്പുറത്ത് കാണുന്നുണ്ട്, അതാണ് മേഘമല. അതിന്റെ അപ്പുറത്തെ സൈഡില്ലേ, അതാണ് മേഘമല. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ കുമിളി ടൗൺ ആണ് ആ കാണുന്നത്. കണ്ടോ, അങ്ങ് ദൂരെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കുമിളി ടൗണൊക്കെ ഒരു ഫോറസ്റ്റിന് നടുവിലാണ്. നമ്മളിപ്പോൾ ഇതിനെ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുക. കണ്ടോ, ആ ടൗണൊക്കെ ഒരു ഫോറസ്റ്റിൻ്റെ 2 മലകളുടെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. ആണോ? അപ്പൊ നമ്മുടെ മുമ്പില് പെരിയാർ ടൈഗർ റിസർവിന്റെ കുറെ ഫോറസ്റ്റ് ഉണ്ട്. അതിന്റെ അപ്പുറത്ത് തേക്കടി ആ റിസർവോയർ കാണാം. പിന്നെ കുറേ റേഞ്ച് ഓഫ് മലകൾ കാണാം. അങ്ങനെ നല്ല രസമുള്ളൊരു വ്യൂ പോയിന്റ്. സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അഖില് നമ്മളെ ഇവിടെ കുമളിക്കാരനാണ്. അവൻ പറഞ്ഞുതരും ഈ മലകളൊക്കെ ഏതാണ്. ഓക്കെ അഖി, പറയടാ, ഏതൊക്കെ മലകളാണ് നമ്മൾ ഈ സൺസെറ്റിൽ നടക്കുന്ന ഇവിടെ കാണുന്നത്? നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഈ കുമളിയുടെ ഒരു ഫുള്ളൊരു ഏരിയൽ വ്യൂ കാണാൻ പറ്റിയെന്ന്. കുമളി മാത്രമല്ല കേട്ടോ, ഒരു ഇടുക്കിയുടെ ഒരു ശകലം ഭാഗമൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആ ഒരു രീതിയിലുള്ളൊരു സ്പോട്ടാണിത്. നമ്മളിപ്പോൾ ഈ സൂര്യൻ കാണുന്നില്ലേ, ആ സൂര്യൻ കാണുന്ന തൊട്ടടുത്ത ഭാഗമാണ് ഈ പരുന്തുംപാറ, ആ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ ഇത് നമ്മുടെ മിറാക്കിൾ മൗണ്ടൈൻ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഈ നേരെ കാണുന്ന സ്പോട്ടാണ് പൊന്നമ്പലമേട്. ആ ഒരു ഭാഗം, ആ ഗ്യാപ്പിൽ കാണുന്ന പൊന്നമ്പലമേട്. പിന്നെ ഇവിടെ ശിവഗിരി മല. പിന്നെ ഇതിൻ്റെ ഈ തേക്കടി കാട്ടിലുള്ളിലുള്ള കുറേ സ്പോട്ടുകളൊക്കെ ഇവിടെ കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മംഗളാദേവി ക്ഷേത്രം നിൽക്കുന്ന ആ സ്ഥലം കാണാൻ പറ്റും. ആ ഒരു സ്പോട്ട് ഉണ്ട്, അതാണ് ടവർ കാണാം അല്ലേ? ഒരു ടവർ കാണാം. പിന്നെ അതിന്റെ പുറകിലാണ് മേഘമല, തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള മേഘമലയൊക്കെ കാണുന്നത്. ഇത് നമ്മൾ നിൽക്കുന്ന ശരിക്കും തമിഴ്നാടാട്ടോ. നമ്മൾ ഈ ഒരു കുറച്ച് മാറിക്കഴിഞ്ഞാൽ കേരളമുള്ളൂ. ഇത് തമിഴ്നാടാണ് പ്രോപ്പർ. തമിഴ്നാടിന്റെ സുരങ്കന്നൂർ റിസർവ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ഏരിയയാണ്. പക്ഷെ ഇത് ഇവിടെ പേരൊന്നുമില്ല അല്ലേ ഈ മലക്ക്? പേരൊന്നുമില്ല. ഓക്കെ, ഇവിടെ ലോക്കൽ ആൾക്കാരൊക്കെ സൺസെറ്റ് കാണാൻ വന്നിരിക്കുന്ന സ്ഥലം കുരിശുമല എന്നൊക്കെ പറയും, അത്രേ ഉള്ളൂ. അതെ, എൻ്റെ മുകളിൽ ഒരു കുരിശുണ്ട്, അവിടെ കാണാം. അതുകൊണ്ട് ഇതിനെ കുരിശുമല എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് അങ്ങ് ദൂരെ കാണാം. ഈ മലയുടെ ഒക്കെ കളർ ഇപ്പം ചേഞ്ചായി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആയിരിക്കും. അത് നോക്കി, സൂര്യൻ ബ്യൂട്ടിഫുള്ളായിട്ട് സെറ്റ് ആവുന്നുണ്ട് അവിടെ. കളറൊക്കെ മാറി ആകാശത്തിൻ്റെ. എല്ലാ മലയും
നല്ല റെഡിഷ് കളറായിട്ട് മാറുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട്. ഹായ്, നമ്മൾ അങ്ങനെ സൺസെറ്റ് ഒക്കെ കണ്ടു. എന്നിട്ട് തിരിച്ചിറങ്ങാൻ പോവാണ്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കിട്ടി. ഇപ്പോഴും പുറകിൽ ആ കളേഴ്സൊക്കെ സെറ്റായി വരുന്നുണ്ട്. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇനി വേറൊരു വീഡിയോയുടെ വേറൊരു വിശേഷമായിട്ട് വേറൊരു ദിവസം കാണാം. അപ്പം നമ്മൾ താഴെ പാർക്കിങ്ങിൽ വന്നു. അവിടെ നിന്നുള്ള വ്യൂ ആണിത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രി. നമ്മൾ വരുമ്പം എടുക്കാൻ മറന്നതാണ്. നേരത്തെ സൈൻ ഓഫ് ചെയ്തതാണ്. എന്തായാലും തിരിച്ചു പോവാം.